സർ എം എ ബേബി ഇന്നിപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. 35 വർഷം ഭരിച്ച ബംഗാളിൽ നിന്നുകൊണ്ടാണ് എം എ ബേബി തുറന്നു പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ 100 സീറ്റ് ലഭിക്കില്ല എന്ന്. ബംഗാളിൽ 3 സീറ്റ് ഉറപ്പാണ്. 35 വർഷം ഭരിച്ചതിൽ ഒരു 3 സീറ്റ് ഉറപ്പാണ്. ഇപ്പോൾ 10 വർഷം ഭരിച്ച കേരളത്തിൽ ഇനിയിപ്പോൾ ഒരു 95 സീറ്റ് ഉറപ്പായിരിക്കും അല്ലേ? അല്ല അത് നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ എം എ ബേബിയുടെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് 24 ന്യൂസിലാണ് ഞാൻ കണ്ടത്. അത് എം എ ബേബി വളരെ സത്യസന്ധമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൽ എം എ ബേബി പറയുന്നത്, ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സ്റ്റേറ്റാണ് വെസ്റ്റ് ബംഗാൾ, ഞങ്ങൾ വേണമെങ്കിൽ ഇവിടെ അധികാരം പിടിക്കുമെന്നൊക്കെ പറയാം, പക്ഷേ അത്തരത്തിലുള്ള അവകാശവാദത്തിനൊന്നും അടിസ്ഥാനമില്ല. പകരം നിയമസഭയിലേക്ക് ഞങ്ങളുടെ ഒരു പ്രാതിനിധ്യം ഉണ്ടാകണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ 3 സീറ്റ് പോലും അവർ പ്രതീക്ഷിക്കുന്നില്ല 35 വർഷം ഭരിച്ചിട്ട്. അതൊക്കെ ശരി തന്നെയാണ്, അവിടെ തകർന്നു പോയി, അത് യാഥാർത്ഥ്യമാണല്ലോ. അപ്പം അത് ഉൾക്കൊള്ളാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. 35 വർഷം ഭരിച്ചിട്ട് തകർന്നു എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് കളിയാക്കാം, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ സീരിയസ് ആയിട്ട് അതിനെ കണ്ടാൽ ഇപ്പോൾ കോൺഗ്രസ് ഈ നൂറ്റാണ്ടുകൾ മൊത്തം ഏതാണ്ട് 50 കൊല്ലത്തിലധികം ഇന്ത്യ ഭരിച്ചിട്ടും എന്ത് ചെയ്തു സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് അതൊക്കെ 44 സീറ്റുകൾ പാർട്ടികളില്ല എന്ന് പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാം. തീർച്ചയായിട്ടും. അല്ല, തകരാത്ത പാർട്ടികളാകുമ്പോൾ തകരും, അതിന്റെ ഐഡിയോളജിക്കൽ പ്രശ്നങ്ങളുണ്ടാവും, ചിലപ്പോൾ ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അത് തകരും. അതിൽ തകരുന്നത് കളിയാക്കപ്പെടാം, അതിനും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആരെങ്കിലും കളിയാക്കി എന്ന് വെച്ചിട്ട് എനിക്ക് വിരോധമൊന്നുമില്ല, ഞാനടക്കം കളിയാക്കിയിട്ടുണ്ട്, അപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബംഗാളിൽ ഇപ്പം അവർ യാഥാർത്ഥ്യബോധത്തോടുകൂടിയാണ് അദ്ദേഹം ഈ ചർച്ച നടത്തിയത് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത്തവണ നിയമസഭയിലേക്ക് ഒരു പ്രാതിനിധ്യമെങ്കിലും കിട്ടണം എന്നാണ് വിചാരിക്കുന്നത്. 5% താഴെയാണ് വോട്ട് ബാങ്ക് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ തവണ പാർലമെന്റിലേക്ക് അവർ മത്സരിച്ചപ്പോൾ അവരുടെ നിരവധി ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കന്മാർക്ക് വലിയ ജനപിന്തുണ ഉണ്ടായിരുന്നു. അവരെ കേൾക്കാനായിട്ട് ആയിരക്കണക്കിന് ആളുകൾ വന്ന് കൂടിയിരുന്നു എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. ഇത്തവണ ഒരു പ്രതീക്ഷിക്കുന്നത്, ഞാൻ വിചാരിക്കുന്നത്, ഒരു 2 സീറ്റുകളാണ്. ഇപ്പം രാജസ്ഥാനിൽ നിന്നൊക്കെ അവർക്ക് MP ഉണ്ട്, അതുപോലെ മറ്റു പല സംസ്ഥാനങ്ങളിലും MLA-മാരുണ്ട്. 2 സീറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലും ഉറപ്പല്ല. 0-2 കേരളത്തിലെ ബിജെപിയുടെ അവസ്ഥയാണ് ബംഗാളിലെ CPM-ന്റെ അവസ്ഥ അല്ലെ? കേരളത്തിലെ ബിജെപിയുടെ അവസ്ഥയല്ല. കാരണം ഇവിടെ BJP-ക്കാർ പ്രസംഗിച്ച ആളുകളൊന്നും കൂടില്ല. അവിടെ കുറച്ചുകൂടി വിവരമുള്ള ആളുകളാണ്, അവരൊക്കെ പ്രസംഗിച്ച ആളുകൾ കൂടും. അങ്ങനെ കൂടും തോന്നുന്നുണ്ടോ? അങ്ങനെ കൂടിയവരൊക്കെയാണ് ഇപ്പൊ നമ്മളിവിടെ ഇപ്പൊ ഈ പറയുന്ന പൊറോട്ട അടിക്കാനൊക്കെ ഉള്ളത്. അങ്ങനെ കൂടിയതിന്റെ ഫലമായിട്ടാണ് അവർ ഇതിപ്പോ പൊറോട്ട അടിച്ച് നിൽക്കുന്നത്. തമാശക്ക് ആളുകളെ പരിഹസിക്കാൻ വേണ്ടി പറയാന്നല്ലാതെ അതിൽ യാഥാർത്ഥ്യമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ അവിടെ ജനങ്ങൾക്ക് ഇപ്പോഴും അഴിമതി ഇല്ലാത്ത ഒരു പ്രതീക്ഷയായിട്ട് ഇപ്പൊ നിൽക്കുന്നത് CPM ആണ്. CPM-നെ കേൾക്കാൻ ഒരുപാട് ആളുകൾ കൂടുന്നുണ്ട്. അത് വോട്ടാക്കി മാറ്റാനുള്ള ഒരു സംഘടനാ സ്ട്രക്ചർ അവർക്ക് സ്വാഭാവികമായിട്ടില്ല. അത് യാഥാർത്ഥ്യമാണ്. അതൊക്കെ അവർ തകർന്നു പോയൊരു കാര്യമാണ്. ഞാൻ അവിടുത്തെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറൊക്കെ ആയിട്ട് ഞാൻ കേരളത്തിൽ 3 ദിവസം നിരവധി തവണ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം അവിടുത്തെ സിറ്റുവേഷൻസ് എന്തായിരുന്നു, അവിടെ വലിയ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തായിരുന്നു എന്നൊക്കെ അറിയാം. അപ്പോൾ അതൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ്. നമ്മുടെ ചർച്ച അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത്, ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു ലേഖനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കാർഷികമായി വലിയ നേട്ടമുണ്ടാക്കി ഭരണകാലത്ത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യവസായിക വിപ്ലവം നടത്താൻ വേണ്ടി ശ്രമിക്കുകയും അതിന് തെറ്റായ രീതിയിൽ ഭൂമി ഏറ്റെടുക്കുകയും ചെയ്താണ് കുഴപ്പം എന്നൊക്കെ അദ്ദേഹം വളരെ വസ്തുതാപരമായി കാണുന്നുണ്ട്. അതൊക്കെ മാറ്റി നിർത്തിയാൽ ഞാൻ പറഞ്ഞ പോലെ യാഥാർത്ഥ്യബോധത്തോടുകൂടിയാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തോട് ഏറ്റവും ഒടുവിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കൽക്കത്തയിൽ നിന്നാണ് ഇന്റർവ്യൂ കൊടുക്കുന്നത്. അപ്പോൾ ബംഗാളിലെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കാൻ അനുമതിയുള്ളത്. പക്ഷെ ചോദിക്കുന്നുണ്ട്, കേരളത്തിൽ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം കൂളായിട്ട് ചോദിച്ചോളാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യമാണ്, UDF-ന് വലിയ ആത്മവിശ്വാസമാണല്ലോ, UDF ഇവിടെ മന്ത്രിമാരെ പ്രഖ്യാപിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ആരാണെന്നുള്ള തീരുമാനത്തിലേക്ക് എത്താൻ പോവുകയാണല്ലോ, CPM-ന് ആത്മവിശ്വാസം ഇല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുള്ളത്. ഇതാണ് എക്സാക്ട്ലി ഉള്ള മറുപടി. ഇതാണ് ആ മറുപടി എന്ന് പറയുന്നത്. ഇതിനേക്കാൾ വലിയ ആത്മവിശ്വാസമായിരുന്നു കോൺഗ്രസ് 2021 കാണിച്ചിരുന്നത്. 2.5 കൊല്ലത്തോളം, അതായത് മുഖ്യമന്ത്രി ആരാകണം എന്ന് ചൂടേറിയ ചർച്ച നടന്നു. ഏറ്റവും ഒടുവിൽ അതിൻ്റെ ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിലേക്ക് എത്തി. ആ സെറ്റിൽമെന്റ് ഇതായിരുന്നു എന്ന് MA ബേബി പറയുന്നുണ്ട്. മെയ് 2-നാണ് തെരഞ്ഞെടുപ്പിന്റെ അത് വോട്ടെണ്ണൽ നടന്നത്. ആ മെയ് 2-ന് മുമ്പ് ഒരു ചർച്ച നടന്നിരുന്നു. അതിൽ എത്തിയ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ 2.5 കൊല്ലത്തോളം ആദ്യം ഉമ്മൻചാണ്ടിക്കും പിന്നെ 2.5 കൊല്ലത്തോളം രമേശ് ചെന്നിത്തലക്കും അടുത്താണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിനു മുമ്പ് ഞങ്ങൾ 91 സീറ്റ് നേടിയാണ് 2016 അധികാരത്തിലേക്ക് വന്നത്. ഇത്തവണ 99 സീറ്റുകളാണ്. അതിൽ MA ബേബി പറയുന്നൊരു കാര്യം, അടുത്ത തവണ 99-ന് മുകളിലേക്ക് പോയി 100 കടക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത്രയും ഉണ്ടാകാൻ സാധ്യതകളില്ല. അല്ല 95 എന്നൊന്നും അദ്ദേഹം പറയുന്നില്ല. അപ്പൊ താങ്കൾക്ക് വേണമെങ്കിൽ 95 ആക്കാം, വേണമെങ്കിൽ 92 ആക്കാം, വേണമെങ്കിൽ 85 ആക്കാം. 80 താഴെയാണെങ്കിൽ താങ്കൾ കുറച്ചുകൂടി സേഫ് ആയിരിക്കും, അതായിരിക്കും നല്ലത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ എന്താണെങ്കിലും അത്രയും വലിയ നേട്ടങ്ങളിലേക്ക് പോവില്ല എന്നുള്ളതാണ്. പക്ഷേ ഞങ്ങൾ ഒരു കൃത്യമായ മജോറിറ്റിയോടുകൂടി അധികാരത്തിൽ വരുമെന്നാണ്. അപ്പം ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, CPM പോലും മാക്സിമം വന്നാൽ പ്രതീക്ഷിക്കുന്നത് 80-85 സീറ്റുകൾക്ക് അപ്പുറത്താണ്. 90 താങ്കൾ പറഞ്ഞ പോലെ എത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് യഥാർത്ഥത്തിൽ MA ബേബി എന്ന് പറയുന്നത് അല്ല, അവരുടെ ഒരു കണക്കനുസരിച്ച് എന്താണെങ്കിലും ഒരു എൻ്റെ വിശ്വാസം ഒരു 73-78 പക്ഷെ അവരുടെ കണക്കൂട്ടിൽ ഒരു 85 ആണ്. അല്ല, അവരുടെ കണക്കൂട്ടിൽ ഇപ്പൊ 90-ലധികം പറഞ്ഞെങ്കിൽ പോലും ഒരു 80 ഒക്കെയാണ്.
അപ്പൊ അത് എം എ ബേബി ഇന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം യാഥാർത്ഥ്യ ബോധങ്ങളിലേക്ക് പാർട്ടികൾ ഇനിയെങ്കിലും എത്തണം. കാരണം ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി കോൺഗ്രസും അതുപോലെ BJP ഒക്കെ ഞങ്ങൾ 40 സീറ്റ് നേടുമെന്നൊന്നും പറയേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയെങ്കിലും നിങ്ങളൊരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് എത്തി ഇതുപോലെയുള്ള വർത്തമാനങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞു കെ സുരേന്ദ്രൻ മുമ്പ് 35 സീറ്റ് നേടി കേരളത്തിൽ സർക്കാർ ഉണ്ടാക്കുമെന്നല്ലായിരുന്നു പറഞ്ഞു. അല്ല, 35 സീറ്റ് സർക്കാർ ഉണ്ടാക്കാൻ കഴിയും. സർക്കാർ ഉണ്ടാക്കുമെന്നായിരുന്നല്ലോ കെ സുരേന്ദ്രൻ. ഇപ്പൊ മറ്റത്തൂർ അവരാകെ 4 സീറ്റ് ജയിച്ചിട്ട് അവര് പഞ്ചായത്ത് പിടിക്കും. പഞ്ചായത്ത് മാത്രമാണ്. അല്ല, പഞ്ചായത്ത് മാത്രമാണ്. ഇതുപോലെ പിടിക്കാൻ പറ്റൂടാ. BJP 35 സീറ്റുകൾ നേടാവുന്ന ഒരു പാർട്ടിയായി മാറിയാൽ പിന്നെ നിരവധി നേതാക്കൾ അതിനകത്തേക്ക് ഒഴുകിയെത്തും. കാരണം ഇവിടെ അധികാരം കിട്ടില്ല, നിന്നാ ജയിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ബാക്കി ഉണ്ടാവില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ബാക്കി ഉണ്ടാവും. പക്ഷേ വേറെ ചില പാർട്ടികളൊന്നും ചിലപ്പോൾ ബാക്കി ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. കാരണം ഏത് പാർട്ടിയിൽ നിന്നാണ് ആളെ പിടിക്കാൻ കുറച്ചുകൂടി എളുപ്പം എന്നുള്ളത് കൃത്യമായിട്ട് പാർട്ടികളിൽ നിന്നും BJP എളുപ്പമാണല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-ൽ നിന്ന് അത്ര എളുപ്പത്തിൽ അങ്ങോട്ട് CC മുകുന്ദൻ ഉൾപ്പെടെ ഇടതുപക്ഷ ചിന്താചാര്യമായിട്ട് ഒരുപാട് വ്യക്തികളുണ്ട്. ഈ പറയുന്ന മറ്റേ ആടിനെ പട്ടിയാക്കുകയും പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തത് CC മുകുന്ദൻ ഏത് പാർട്ടിക്കാരനാണ്? ഞാൻ പറയുന്നത് ഇടതുപക്ഷ ഏത് പാർട്ടിക്കാരനാണ്? ഞാൻ ഇടതുപക്ഷ ചിന്താചാര എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചു. ചിന്താധാര എന്നുള്ളത് നിങ്ങൾ എന്താണ്? നിങ്ങൾ സൗകര്യത്തിന് അങ്ങോട്ട് പറയാണ്. മനസ്സിലായ? രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കാൻ എല്ലാവരും പറയുന്നത് ഏത് ആണുങ്ങളാണ് ഇങ്ങനെ ചെയ്യാത്തത്? എല്ലാ ആണുങ്ങളെയും നിങ്ങൾ ഒരേ കൂട്ടത്തിൽ കെട്ടുകയാണ്. ഇടതുപക്ഷ ചിന്താധാര എന്ന് പറയുന്ന CPI-യിൽ നിന്നൊക്കെ ആളുകൾ വിട്ടുപോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതൊക്കെ അതിനെ വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ അത് ഇടതുപക്ഷത്തിനൊപ്പം നിങ്ങൾ CPI എന്ന് പോലും പേര് പറയാത്തത് എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് പറയേണ്ടി വരും CPM അല്ലെന്ന്. അതാണ് നിങ്ങളുടെ പേടി. നിങ്ങളുടെ ഈ തരികിട നിർത്തൂ എന്നാണ് എനിക്ക് മാധ്യമ പ്രവർത്തകരോട് മൊത്തം ഇടതുപക്ഷമല്ലേ? ഏതാ ഇടതുപക്ഷമല്ലേ? അപ്പൊ ബാക്കിയുള്ള പാർട്ടികളിൽ നിന്നൊക്കെ BJP-യിലേക്ക് ഇടതുപക്ഷം നമ്മൾ കോൺഗ്രസ് റിക്രൂട്ട്മെന്റ് ഏജൻസി എന്നാണ് പറയുന്നത്. കോൺഗ്രസ് റിക്രൂട്ട്മെന്റ് ഏജൻസി എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്റെ ചോദ്യം നിങ്ങൾ എന്തുകൊണ്ടാണ് CPI-യുടെ MLA ആയിരുന്ന CC മുകുന്ദൻ പോയി എന്ന് പറയാത്ത എന്തുകൊണ്ടാ? ഈ കേരളത്തിൽ നിന്നുകൊണ്ടാണല്ലോ പറയുന്നത്. നിങ്ങളിപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നുകൊണ്ടോ മറ്റേ ഫിലാഡൽഫിയയിൽ നിന്നുകൊണ്ടോ ഇത് ഇന്ത്യയെ നോക്കിക്കാണുകയാണെങ്കിൽ ശരിയാണ്, ഇടതുപക്ഷം എന്നൊക്കെ പറയാം. നിങ്ങൾ എന്തിനാണ് ഒരു കൃത്യമായി പറയാൻ കഴിയുന്ന സ്പേസിൽ പോലും നിങ്ങളത് പറയാത്തത്? നിങ്ങൾ ഇപ്പോൾ മറ്റത്തൂർ പഞ്ചായത്തിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇന്നത് ചെയ്തു എന്നങ്ങോട്ട് പറയുന്നതിന് പകരം നിങ്ങൾ എന്തിനാണ് മറ്റേ ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് സംസ്കാരമുള്ളവർ പോയി എന്ന് പറയുന്നത് എന്തിനാണ്? നിങ്ങൾ ഈ യാഥാർത്ഥ്യം പറയൂ. നിങ്ങൾ മറ്റേ പെൻസിൽ വിള്ളലാക്കിയതുപോലെ വിള്ളലാക്കാതിരിക്കൂ. നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോഴും താങ്കൾ സമ്മതിക്കാത്തൊരു കാര്യമുണ്ട്. വിള്ളൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? താങ്കൾ ഇന്നും പഠിച്ചിട്ടില്ല, ഇന്നലെ പഠിച്ചിട്ടില്ല, നാളെ പഠിക്കൂല. കാരണം പെൻസിൽ വെള്ളം കിരിഞ്ഞിറങ്ങുന്നത് വിള്ളലാണെന്ന് പറയണം. അങ്ങനെ പറയരുത്. നാളെ ഇപ്പൊ എന്റെ ഭാര്യ എന്നെ വിളിച്ചിട്ടുണ്ട്, വീട്ടിലേക്ക് വെള്ളം തിരിഞ്ഞിറങ്ങുന്നുണ്ട് എന്ന് പറയുന്നത് വീടിന്റെ മോനെ മോൾ ഭാഗം വിള്ളൽ വന്നു എന്ന് പറയുന്നത് ഡിഫക്റ്റ് ആണെന്ന് പറയണമെന്നേ. നിങ്ങൾ ജേർണലിസം പഠിക്കുന്നതും നിങ്ങൾ മാധ്യമ പ്രവർത്തനം പഠിക്കുന്നതും എന്താണ്? പട്ടി ഈ പറയുന്ന പോലെ എന്ത് ചെയ്തു, ഒരാളെ കടിച്ചു എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാനാണ്? മനസ്സിലായി? ആ കടിച്ചു എന്ന് പറയാനാണ്. നിങ്ങൾ വസ്തുതകൾ സംഭവിച്ചാൽ കേരളത്തിൽ അത് റിപ്പോർട്ട് ചെയ്യുമെന്നുള്ളതിനാണ് നിങ്ങൾ ജേർണലിസം എന്ന് പറയുന്നത്. അതിന് നിങ്ങൾ എന്താണ്, ഇടതുപക്ഷത്ത് നിന്ന് ആളുകൾ പോയി എന്ന് കേരളത്തിൽ നിന്നുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡൽഹി നിന്നിട്ട് പറയുമ്പോൾ വേണമെങ്കിൽ ഇടതുപക്ഷത്ത് നിന്ന് ആളുകൾ പോയി എന്ന് പറഞ്ഞ് വിശാലമായ അർത്ഥത്തിൽ പറയാം. നിങ്ങളിവിടെ തൃശ്ശൂരിൽ എന്ന് പറയുമ്പോൾ എന്താണ്, CC മുകുന്ദൻ എന്ന് പറയുന്ന CPI-യുടെ ഒരു MLA അവർ സീറ്റ് കൊടുക്കാത്തതുകൊണ്ട് എന്ത് ചെയ്തു, BJP-യിലേക്ക് പോയി ജോയിൻ ചെയ്തു എന്ന് കൃത്യമായി പറയൂ എന്ന് മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. മനസ്സിലായ? പിന്നെ MA ബേബി ഇന്ന് കാണിച്ചത് വളരെ കൃത്യമായിട്ടുള്ള ഒരു നിശ്ചയദാർഢ്യമാണ്. അത് വളരെ ഈ പറഞ്ഞ പോലെ ആർജവത്തോടെയുള്ള സത്യം തുറന്നു പറഞ്ഞാണ്. അതുപോലെ കോൺഗ്രസും ബാക്കിയുള്ള പാർട്ടികളും ഒക്കെ പറയണമെന്നാ പറയട്ടെ. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി നിങ്ങൾ ആരെയും സ്വാധീനിക്കാനില്ല എന്നുള്ളത് ഈ പറയുന്ന ബാക്കിയുള്ള പാർട്ടികളും ഏഷ്യാനെറ്റും ഇതുപോലെയുള്ള വിള്ളൽ പാർട്ടികളും ഒക്കെ മനസ്സിലാക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ നിങ്ങൾ സത്യസന്ധമായി പറയൂ. കാരണം ഇത് പറഞ്ഞില്ലെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങളുടെ കച്ചവടം പൂട്ടും. നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് പല ഗുണങ്ങളും കിട്ടുമായിരിക്കും, പക്ഷെ നിങ്ങളുടെ കച്ചവടം അൾട്ടിമേറ്റ്ലി ആത്യന്തികമായിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ ഒരു പക്ഷപാതത്തുള്ള, നിങ്ങൾ കള്ളം പറയുന്ന ഒരാളാണെന്നുള്ള തോന്നലിലെത്തും. ഞാനതുകൊണ്ടല്ലേ അത് പറയാത്തത്. മനസ്സിലായി? എനിക്ക് പെൻസിൽ വരെയാണ്, അല്ലാതെ വിള്ളലല്ല. ആ യാഥാർത്ഥ്യമുണ്ട്. അതുപോലെ ആ വിള്ളലില്ല എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിലേക്ക് MA ബേബി വന്നിരിക്കുന്നു. ഞാനിത് മാസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും ഞാൻ എൻ്റെ പ്രഡിക്ഷനിൽ പറഞ്ഞേക്കുന്നത് ഒരു 73-നും 78-നും ഇടക്കുള്ള സീറ്റുകൾ കിട്ടും എന്നാണ് പറഞ്ഞേക്കുന്നത്. CPM-നും LDF-നും ഒക്കെ സീറ്റുകൾ കുറയും. അതിൽ തന്നെ CPI-യുടെ ഒക്കെ സീറ്റുകൾ വലിയ തോതിൽ കുറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. CPI-യുടെ ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. അത് 10 സീറ്റുകളോളം ജയിക്കാൻ സാധ്യതയുള്ളൂ. മിക്കവാറും കയ്യിലിരുന്ന 4-5 സീറ്റുകൾ 2-3 സീറ്റുകളെങ്കിലും പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ ജനത്തോട് പറ, ഞങ്ങൾ തിരുത്തുമെന്ന് പറ. ഇന്ന് MA ബേബി പറഞ്ഞേക്കണ വേറൊരു വർത്താനമുണ്ട്, അത് ഗംഭീരമാണ്. അത് അദ്ദേഹം പറഞ്ഞേക്കണ ഞങ്ങൾ ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിച്ചത് അങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടത് എന്ന് പറയുന്ന തിരിച്ചറിയലിലേക്ക് ഞങ്ങൾ എത്തി. അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളുടെ ആളുകളെ എന്ത് ചെയ്യണം, നിങ്ങൾ വിജയിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആളുകളോട് പറയുന്നത്.
ഇത് യാഥാർത്ഥ്യമില്ലെന്നേ. ഒരു മനുഷ്യനും തെറ്റുപറ്റാം, ഒരു പാർട്ടിക്ക് തെറ്റുപറ്റാം, അതങ്ങോട്ട് ഉൾക്കൊള്ളു, എന്നിട്ട് സത്യം പറ.